നമസ്കാരം, വെട്ടം ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. 100-ലധികം മോഷണക്കേസിൽ പ്രതിയായ കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് ഷാജഹാൻ പിടിയിൽ. കൊടിഞ്ഞി കുറൂലിൽ OP സൈതലവിയുടെ വീടിന്റെ പൂട്ട് തകർത്ത് മോഷണം നടത്തിയ കേസിലാണ് അറസ്റ്റ്. മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സൈതലവിയുടെ മകൾ ഫൗസിയയുടെ 2.5 പവന്റെ പാദസരം കവർന്നു. ഇതിനിടെ യുവതി ഉണർന്നു ബഹളം വെച്ചപ്പോൾ ഷാജഹാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, താഴെപ്പാലം, തിരൂർ. കൊടിഞ്ഞി കുണ്ടൂർ ചെറുമുക്ക് ഭാഗങ്ങളിൽ മുഖം മറച്ചും ഷർട്ട് ധരിക്കാതെയും കയ്യിൽ ആയുധവുമായി രാത്രികാലങ്ങളിൽ നടക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ഇടയ്ക്കിടെ പല സ്ഥലങ്ങളിൽ മോഷണവും നടന്നു. 29-ന് പുലർച്ചെ കൊടിഞ്ഞി കുറൂലിൽ OP സൈതലവി എന്നയാളുടെ വീടിന്റെ പൂട്ട് തകർത്ത് മോഷണം നടത്തി. പുലർച്ചെ 3 മണിക്കാണ് വീടിന്റെ പിറകിലെ ഗ്രിൽസിന്റെ പൂട്ട് തകർത്ത് മോഷ്ടാവ് അകത്തു കടന്നത്. മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൾ ഫൗസിയയുടെ 2.5 പവന്റെ ഒരു പാദസരം കവർന്നു. ഇതിനിടെ യുവതി ഉണർന്ന് ബഹളം വെച്ചപ്പോൾ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. 100-ലധികം CCTVകൾ പരിശോധിച്ചും നിരവധി ഫോൺ നമ്പറുകൾ പരിശോധിച്ചുമാണ് മികച്ച അന്വേഷണത്തിലൂടെ അന്വേഷണ സംഘം കളവ് നടത്തിയത്. മുമ്പും താനൂർ കൽപ്പകഞ്ചേരി ഭാഗങ്ങളിൽ സ്ഥിരമായി രാത്രികാലങ്ങളിൽ ഇതേ വേഷത്തിലിറങ്ങി ജനങ്ങളെ ഭീതിയിലാക്കി മോഷണങ്ങൾ നടത്തിയിരുന്ന മണവാളൻ ഷാജഹാൻ എന്നറിയപ്പെടുന്ന ഷാജഹാനാണെന്ന് മനസ്സിലാക്കിയത്. ചെറുപ്പം മുതൽ കളവ് തൊഴിലാക്കിയ ഷാജഹാന് കേരളത്തിൽ വിവിധ ജില്ലകളിലും കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലുമായി 100-ലധികം മോഷണ കേസുകൾ നിലവിലുണ്ട്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S. ശശിധരൻ IPSന്റെ നിർദ്ദേശപ്രകാരം താനൂർ DYSP VV ബെന്നിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ വിനോദ് OV, സാം ജോർജ്, പ്രമോദ് K. രാജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ് K, CPOമാരായ അനീഷ് KB, പ്രബീഷ് M. ബിജോയ്, MM അഖിൽരാജ് K എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മോഷ്ടിച്ച സ്വർണം ഷാജഹാൻ പട്ടാമ്പിയിൽ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയതായി പറഞ്ഞു. ജനുവരി മാസം ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം മലപ്പുറം, മഞ്ചേരി, പട്ടാമ്പി എന്നിവിടങ്ങളിൽ മാറി മാറി ഒളിവിൽ താമസിച്ചു മോഷണം നടത്തിവരികയായിരുന്നു. വെട്ടം ന്യൂസ്, താനൂർ.